ബി-ഫാം എന്നുള്ളൊരു കോഴ്സ്, ബാച്ചിലർ ഓഫ് ഫാർമസി എന്നുള്ളൊരു കോഴ്സിലേക്ക് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? എന്താണ് അതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ? അതുപോലെ ഇതിൻ്റെ ഒരു സാധ്യതകൾ, എത്ര സമയം എടുക്കും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ? +2 വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിക്കാണ് ബി-ഫാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബി-ഫാം എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സാണ്. അതിൽ മാനുഫാക്ചറിങ്, അതിൻ്റെ മൂല്യനിർണ്ണയം, ക്വാളിറ്റി ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഈ മരുന്നുകൾ എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള കോഴ്സുകൾ, അങ്ങനെ വരുന്ന സബ്ജക്റ്റുകളാണ് ഈ ബി-ഫാമിൽ 4 വർഷം പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി ആ ഒരു വിദ്യാർത്ഥിക്ക് ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഒരുവിധം നല്ല എല്ലാ ജോലികളും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സെയിൽസിനാണെങ്കിലും ശരി, മാനുഫാക്ചറിങ് സൈഡിലാണെങ്കിലും ശരി, അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ തുടർ പഠനങ്ങൾക്കായും അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്ത് പോകാനായിട്ടും പറ്റുന്ന ഒരു കോഴ്സാണ് ബി-ഫാം എന്ന് പറയുന്നത്. അതുപോലെ ഈ ബി-ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിപ്ലോമ ഇൻ ഫാർമസി എന്നൊരു DPharm എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അത് കഴിഞ്ഞ കുട്ടികൾക്കും ഈ ബി-ഫാമിൻ്റെ സെക്കൻഡ് ഇയറിൽ ലാറ്ററൽ എൻട്രി ആയിട്ട് ആ കുട്ടികൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് തുടർന്ന് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് തുടർന്ന് പോകാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഗവൺമെൻറ് ഓഫ് കേരളയുടെയും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഫാർമസി സ്വന്തമായി തുടങ്ങാനുള്ള ലൈസൻസ് കൂടി കിട്ടുകയാണ്. അതിപ്പോൾ ബിടെക് എടുത്ത് നോക്കുകയാണെങ്കിൽ വേറെ കോഴ്സിൽ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. അത് ഈ ഒരു കോഴ്സിനുള്ള ഒരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ശരി, പുരുഷന്മാർക്കാണെങ്കിലും ശരി, സ്വന്തമായൊരു ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായ ഒരു മേഖലയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബി-ഫാം എന്ന് പറയുന്നത്.